everyone, so welcome back to another video. ഇന്നത്തെ വീഡിയോ ആക്ച്വലി കമ്പാരിറ്റീവ്ലി വളരെ ഷോർട്ട് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. സക്സസ് മന്ത്ര എന്നുള്ളൊരു കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ നമ്മളൊരു കോൺസെപ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് 4 E's. നമ്മളെല്ലാവരും ആക്ച്വലി ഇൻറ്റൻഷനലി ഓർ അൺഇൻറ്റൻഷനലി നമ്മുടെ ലൈഫിൽ കടന്നു പോകുന്നതാണ് ഈ 4 E's എന്ന് പറയുന്നത്. സോ കോൺഷ്യസ്ലി നമ്മൾ അതിനെ മനസ്സിലാക്കാനായിട്ട് പോവാണ്. ശരിക്കും ഇത് മനസ്സിലാക്കുന്നതിൻ്റെ മേജർ ഒബ്ജക്റ്റീവ് എന്നുള്ളത് ശരിക്കും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് ഇത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ കോൺഷ്യസ്ലി ഇതിനെ നോക്കി കാണുന്ന സമയത്ത് പല ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് അതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യം ഈ വീഡിയോ എൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഹേ എവരിവൺ, ലെറ്റ്സ് get started. Okay, so basically ഈ 4 E എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ വേണ്ടി നിങ്ങൾ വന്നൊരു വഴിയാണ്. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ദാറ്റ് ഈസ് നിങ്ങളുടെ ഹോബി, നിങ്ങൾ ബാഡ്മിൻ്റൺ കളിക്കാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക്, നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു മാർക്കറ്ററാണ്, നിങ്ങളുടെ വർക്കോ നിങ്ങളുടെ ഹോബിയോ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് ആക്ച്വലി ഈ ഒരു ഫണലിൽ കൂടെ കടന്നു വന്നുകൊണ്ടാണ് നിങ്ങൾ അവിടേക്ക് എത്തിയിട്ടുള്ളത്. ആ കാര്യം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. നമ്മളിതിനെ ആക്ച്വലി മുകളിൽ നിന്ന് താഴോട്ടേക്കാണ് പറഞ്ഞു വരേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു ഫണൽ മുകളിൽ നിന്ന് താഴോട്ടേക്കാണ്. പക്ഷെ പറയുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ താഴെ നിന്ന് മുകളിലേക്കാട്ടോ പോകണം. സോ എക്സ്പേർട്ട് എന്നുള്ളതാണ് ഫൈനൽ ഇ, ദാറ്റ് ഈസ് ലാസ്റ്റത്തെ ഇ, എക്സ്പേർട്ട് എന്നുള്ളതാണ്. നമ്മൾ എല്ലാ കാര്യത്തിലും എക്സ്പേർട്ട് ആവാനാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഹോബി എടുക്കാം, ഫുട്ബോൾ കളിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്നും നിങ്ങൾ ഫുട്ബോൾ കളിക്കുമ്പോൾ ശ്രമിക്കണം എന്താ, ആക്ച്വലി നിങ്ങൾ ആ ഫുട്ബോളിൽ എക്സ്പേർട്ടായിട്ട് മാറാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ചെസ്സ് കളിക്കുന്ന ആളാണെന്ന് വിചാരിക്കാം, എന്നും നിങ്ങൾ ആക്ച്വലി ചെസ്സ് കളിക്കുമ്പോൾ ശ്രമിക്കുന്നത് എന്താ, അതിൽ വീണ്ടും വീണ്ടും കൂടുതൽ എക്സ്പേർട്ടായിട്ട് മാറുക എന്നുള്ളതാണ്. സോ എല്ലാ കാര്യത്തിലും നമ്മൾ ആക്ച്വലി ഈ ഒരു എക്സ്പേർട്ട് എന്നുള്ള സ്റ്റേറ്റിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എപ്പോഴാണ് നമ്മളൊരു കാര്യത്തിലേക്ക് എക്സ്പേർട്ട് ആവുക എന്നറിയോ? ദാറ്റ് ഈസ് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, ചെസ്സ് കളിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ അഗെയിൻ ആൻഡ് അഗെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്താണ്, കൂടുതൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ആ കാര്യത്തിൽ എക്സ്പേർട്ടായിട്ട് മാറുന്നത്. നല്ലൊരു മാർക്കറ്ററായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ആക്ച്വലി അതിലേക്ക് എക്സ്പേർട്ടായിട്ട് മാറുക. സോ മാക്സിമം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് എക്സ്പേർട്ടിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. നമ്മളൊരു കാര്യം എപ്പോഴാണ് എക്സ്പീരിയൻസ് ചെയ്യാമെന്നറിയോ? അത് എക്സ്പ്ലോർ ചെയ്യപ്പെടുമ്പോഴാണ്. ദാറ്റ് ഈസ് ഇതിൻ്റെ മുകളിലുള്ളതും കൂടെ ഞാൻ എഴുതിയിടാം. ദാറ്റ് ഈസ് എക്സ്പോഷർ. നമുക്കൊരു കാര്യത്തിൽ എക്സ്പോഷർ കിട്ടി, അത് കഴിഞ്ഞ് നമ്മളതിനെ എക്സ്പ്ലോർ ചെയ്യുന്നു, അതിനുശേഷമാണ് നമ്മൾ എക്സ്പീരിയൻസിലേക്ക് എത്തുന്നത്, അതിനുശേഷമാണ് നമ്മൾ എക്സ്പേർട്ടായിട്ട് മാറുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളൊരു ഫീൽഡിലേക്ക് എനിക്ക് എക്സ്പോഷർ കിട്ടി. മേ ബി വേറൊരു സ്ഥലത്താണ് ഞാൻ ജനിച്ചതെന്നുണ്ടെങ്കിലോ വളർന്നതെന്നുണ്ടെങ്കിലോ വേറൊരു ചുറ്റുപാടിലാണ് ഞാൻ വളർന്നതെന്നുണ്ടെങ്കിലോ കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളൊരു ഫീൽഡിലേക്ക് എനിക്ക് എക്സ്പോഷർ കിട്ടില്ലായിരുന്നു. പക്ഷേ ഓക്കെ, കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള ഫീൽഡിലേക്ക് എനിക്ക് എക്സ്പോഷർ കിട്ടി. ദെൻ ഞാനത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് റെഡിയായി, അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആ കോണ്ടന്റ് ക്രിയേഷനൊക്കെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വരുന്ന സമയത്താണ് ഞാനത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതായത് കൂടുതൽ കോണ്ടന്റ് ക്രിയേഷൻ്റെ മുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്താണ് ആക്ച്വലി ആ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള ഫണലിലേക്ക് അത് കടന്നു പോവുക. ദെൻ ഐ ബിക്കം ആൻ എക്സ്പേർട്ട്. ദാറ്റ് ഈസ് എനിക്കൊരു എക്സ്പോഷർ കിട്ടിയ ഫീൽഡിലേക്ക് ഞാൻ എക്സ്പേർട്ട് ആവുന്നതിന് ഈ ഒരു സ്റ്റെപ്സിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി ഇതെങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു കാര്യം ഞാൻ റൈറ്റായിട്ട് പറഞ്ഞുതരാം. ദാറ്റ് ഈസ് ഈ എക്സ്പോഷർ എന്നുള്ള ഈ ഒരു ഫണലിലേക്ക് നിങ്ങൾ മാക്സിമം കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ആക്ച്വലി ഇപ്പോൾ എക്സ്പോഷറിൽ മാക്സിമം കാര്യങ്ങൾ ആഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ശരിക്കും മുമ്പ് നമുക്ക് എക്സ്പോഷർ കിട്ടണമെങ്കിൽ നല്ല സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല എക്സ്പോഷർ കിട്ടും, പല ഫീൽഡുകളിലേക്കുള്ള എക്സ്പോഷർ കിട്ടും. നല്ല കോളേജസിൽ പഠിച്ചു കഴിഞ്ഞാൽ പല ഫീൽഡുകളിലേക്കുള്ള എക്സ്പോഷർ കിട്ടും. അത് കഴിഞ്ഞ് നല്ല പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രൊഫസേഴ്സിൻ്റെ കൂടെ, നല്ല ആളുകളുടെ കൂടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോളേജസിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ കൂടുതൽ എക്സ്പോഷർ കിട്ടും. പക്ഷേ കറൻറ്റ് വേൾഡിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് എക്സ്പോഷർ കിട്ടുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള, വളരെ ചീപ്പായിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് വി ഓൾ ഹാവ് ദിസ് ഇൻ്റർനെറ്റ് ആക്സസ്. സോഷ്യൽ മീഡിയ ത്രൂ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് എക്സ്പോഷർ കിട്ടും. ഒരുപാട് ഫീൽഡിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആളുകളുടെ അടിപൊളിയായിട്ടുള്ള പോഡ്കാസ്റ്റുകൾ കേൾക്കുന്ന വഴി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് എക്സ്പോഷർ കിട്ടും. നല്ല നല്ല മീറ്റപ്സിൽ നിങ്ങൾ പാർട്ടാവുന്നത് വഴി ഒരുപാട് കാര്യങ്ങളിലേക്ക് എക്സ്പോഷർ കിട്ടും. സോ നിങ്ങൾ മാക്സിമം കാര്യങ്ങൾ ഈ എക്സ്പോഷർ എന്നുള്ള ഫണലിലേക്ക് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. അതാണ് നിങ്ങൾക്ക് വേണ്ടി നല്ല ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു മേജർ പാർട്ട് എന്നുള്ളത്.
എന്നുള്ളത്. ആൻഡ് നമ്മൾ ഈ എക്സ്പോഷർ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സമയത്ത് ഇൻറ്റൻഷനലി ഓർ അൺഇൻറ്റൻഷനലി നമ്മളത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. സേ ഫോർ എക്സാമ്പിൾ, എനിക്ക് ചെസ് എന്നുള്ള കാര്യത്തിലേക്ക് എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്, ബാഡ്മിൻ്റൺ എന്നുള്ള കാര്യത്തിലേക്ക് എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്, മാർക്കറ്റിംഗ് എന്നുള്ള കാര്യത്തിലേക്ക് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള കാര്യത്തിലേക്ക് എനിക്ക് എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്തുകൊണ്ടൊക്കെയോ ചെസ് എന്നുള്ള കാര്യം ഞാൻ എക്സ്പ്ലോർ അല്ലെങ്കിൽ അധികമായിട്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പക്ഷേ മാർക്കറ്റിങ്ങും അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ എന്നുള്ള കാര്യവും ഞാൻ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് റെഡിയായി. ആ സമയത്ത് എനിക്ക് ആക്ച്വലി മനസ്സിലായി, ഓക്കെ, അതെനിക്ക് പറ്റിയ ഫീൽഡാണോ അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യമാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് അഗെയിൻ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. കൂടുതൽ അതിൻ്റെ മുകളിലേക്ക് എഫേർട്ട് ഇടാനും കൂടുതൽ ലോങ് ടേമിലേക്ക് അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യാനായിട്ടും സ്റ്റാർട്ട് ചെയ്യും. ദെൻ ഐ ബിക്കം ആൻ എക്സ്പേർട്ട്. എന്തുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ എക്സ്പോഷറിലേക്ക് മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന് പറഞ്ഞത് എന്താ? നമുക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് എക്സ്പോഷർ കിട്ടുന്ന സമയത്ത് അൾട്ടിമേറ്റ്ലി സംഭവിക്കുക ബെസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ എക്സ്പേർട്ടായിട്ട് മാറും എന്നുള്ളതാണ്. ശരിക്കും നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എത്തിപ്പെടുന്ന ഫീൽഡിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് നമ്പർ ഓഫ് ഫീൽഡിലേക്ക് നമുക്ക് എത്തിപ്പെടാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. ഫോർ എക്സാമ്പിൾ, കുറച്ച് മുമ്പേ നമ്മൾ സയൻസ് പഠിച്ച സ്റ്റുഡൻറ്റിനോട് അടുത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കുള്ള എക്സ്പോഷർ മേ ബി എഞ്ചിനീയറിംഗ്, MBBS, ഒരു 4-5 കാര്യങ്ങളിലേക്കുള്ളത് മാത്രമായിരിക്കും. പക്ഷേ ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആക്ച്വലി അവിടെ ഓപ്പൺഡ് അപ്പ് ആണ്. അത് നമുക്ക് എക്സ്പോഷർ ഫീൽഡിൽ ആഡ് ചെയ്താൽ മാത്രമേ അൾട്ടിമേറ്റ്ലി അയാൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എക്സ്പേർട്ട് എന്നുള്ളൊരു ഫീൽഡിലേക്ക് നമ്മൾ എത്തുള്ളൂ. സോ ഈ ഒരു ഫണൽ നിങ്ങൾ മനസ്സിലാക്കുക. ആക്ച്വലി എല്ലാ ആളുകളും ഈ ഒരു ഫണൽ വഴി കടന്നു പോകുന്നുണ്ട്. ഇതിലൂടെ കോൺഷ്യസ്ലി കടന്നു പോകാനായിട്ട് റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കുക ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫീൽഡിലേക്ക് നമുക്ക് എക്സ്പോഷർ അല്ലെങ്കിൽ ഈ ഫണലിലൂടെ കടന്നുപോയി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫീൽഡിലേക്ക് നമുക്ക് എക്സ്പേർട്ടായിട്ട് മാറാനായിട്ട് പറ്റും. നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, നമുക്ക് എക്സ്പേർട്ട് ആവാനായിട്ട് താല്പര്യമുള്ള ഒരു ഫീൽഡിലേക്ക് നമ്മൾ എക്സ്പേർട്ടായിട്ട് മാറും എന്നുള്ളതാണ് ആക്ച്വലി ഈ ഒരു ഫണൽ മനസ്സിലാക്കി കോൺഷ്യസ്ലി അതിലേക്ക് എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ബേസ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ എക്സ്പോഷർ എന്നുള്ള ഫണലിലേക്ക് ഏറ്റവും മാക്സിമം കാര്യങ്ങൾ ആഡ് ചെയ്തിടുക എന്നുള്ളതാണ്. ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു ഫണലിനെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി പോയിട്ടുള്ള ആ ഒരു സൈഡിനെ കുറിച്ച് ഒരുപാട് ഇൻസൈറ്റ് അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് കോൺഷ്യസ് തോട്ട് വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്. ഐ ഹോപ്പ് ഈ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ make sure you subscribe to this channel and share this video to your friends and family. Thank you so much for watching. We'll see you in the next video.